Good afternoon. Good afternoon, ma'am. Good afternoon. Prayer. മറന്നുപോയി, ഞാനായിരുന്നേ. Okay. ഞാനാ മിസ് പ്രയർ. Very good. കൈകൂപ്പി നിൽക്കൂ ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരം ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിലച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞൊരു മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണനായുള്ള തമ്പുരാനേ. Thank you. Thought of the day. Thought of the day ഞാനാണ് മാം. The child is both a hope and a promise for mankind. Dr. Maria Montessori. Which means every child has the power to make the world better. When children learn and grow, the future becomes brighter. Thank you, ma'am. സൈനിൻ ഞാനും അമ്മിബിയ. ഈശോനാഥായൻ രാജാവായ ആത്മാവിൽ വാ, ആന്തരികാനന്ദം നീ എന്നിൽ ഏകുവേഗം. ചിന്തകളും ചെയ്തികളും നിർമ്മലമാക്കാൻ വാ, ദൈവഭയം എൻ മനസ്സിൽ നിത്യവുമേകാൻ വാ. മറ്റെവിടെ ഇന്നിനി ഞാൻ ആശ്രയം തേടിയിടും, ഈശോനാഥായൻ രാജാവായ ആത്മാവിൽ വാ, ആന്തരികാനന്ദം നീ എന്നിൽ ഏകുവേഗം. കാരണമേതുമില്ലാതെ ദുരിതമിതെന്തിനേകുന്നു, വേദന മാത്രമാണോ സ്നേഹഗാഥ നിന്റെ സമ്മാനം. ഹൃദയമെരിഞ്ഞു നീറുമ്പോൾ അകലെ മറഞ്ഞതെന്തേ നീ, വെറുമൊരു പാപിയാമീ പാപമെന്നെ കൈവിടല്ലേ നീ. നിന്നെ നിന്നില്ലലിയ നിന്നാത്മബലം തന്നിടണമേ, തിരുഹിതം അറിയുവാൻ ഹൃദയമുണരുകയായി, ഈശോനാഥായൻ രാജാവായ ആത്മാവിൽ വാ, ആന്തരികാനന്ദം നീ എന്നിൽ ഏകുവേഗം. താങ്ക് യു മാം. മെബിയ സൂപ്പർ, മെബിയ സൂപ്പർ. താങ്ക് യു. മെബിയക്ക് ഭയങ്കര പേടിയാ മിസ്സേ, ഭയങ്കര ടെൻഷനാവാറ്. ഒരു പ്രാവശ്യം ഇതുപോലെ എന്തോ പ്രോഗ്രാം അവതരിച്ച് പകുതി വെച്ച് നിർത്തിയായിരുന്നു മെബിയ. പക്ഷെ എന്തോ നല്ല രസമുണ്ടോ കേൾക്കാൻ, ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തോന്നി, മൈൻഡൊക്കെ ഭയങ്കര കൂളായ പോലെ തോന്നി. നന്നായിരുന്നു. നല്ല പാട്ട്, നല്ല വരികള്, നല്ല ഉണ്ട്, കൈയൊക്കെ വറക്കണുണ്ട്. പക്ഷെ എന്തിനാണ് ശബ്ദത്തിൽ വിറവൊന്നും ഉണ്ടായില്ല കേട്ടോ. ശബ്ദത്തിനില്ല, ശരീരത്തിന് വന്നുണ്ട്. ഓക്കെ, നല്ല പാട്ട്. ഇനി പാടണം കേട്ടോ.
പ്രയറൊക്കെ പഠിക്കൂടെ? പ്രയറൊക്കെ പഠിക്കൂടെ? ഇടയ്ക്ക് പാടിയുണ്ട്. ഭയങ്കര പേടിയാണ് മിസ്സേ. ഞങ്ങള് കൊറേ പറയാറുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന്. എന്നാലും പകുതി വെച്ച് നിർത്തി പോകാറാ പതിവ്. ഇന്ന് നന്നായിട്ട് പാടി. പാട്ട് പാടുന്ന സമയത്ത് നിനക്ക് എന്താ തോന്നാറ്? മിസ് ഞാനാണ് മിസ് പ്രോത്സാഹിപ്പിച്ചത്. എല്ലാരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാലും പാടുമ്പോ പെട്ടെന്ന് കാലിലും കൈക്കൊക്കെ തണുപ്പ് കയറും. ഞാനിപ്പോ വിചാരിക്കും മറ്റുള്ളവര് കേൾക്കുമ്പോ പാട്ട് ബോറായി പോവോ, കൊള്ളില്ലാതായി പോവോ, അങ്ങനെയൊക്കെ തോന്നും അല്ലെ? തോന്നാറുണ്ട്. പാടിയ ശരിയാവോ അങ്ങനെ പ്രഡിക്ഷൻ ഒക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തല്ലേ? അവിടെ സൗണ്ട് കൊളാവോ, അവിടെ പടം കിട്ടുമോന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ തോന്നും. ഇത് നമ്മുടെ മ്യൂസിക്കൽ കോമ്പറ്റീഷൻ ആണല്ലോ. സ്റ്റേജിൽ കയറുമ്പോ എനിക്കുള്ള അനുഭവമാണ് മിസ് മേബിയ പറയുന്നേ. ഇങ്ങനെ പാടുമ്പോ അമ്മച്ചി തുറന്നു പാടെന്ന് പറയണ കാരണം കൊണ്ട് ഇങ്ങനെ ടെൻഷൻ കേറി പിന്നെ സ്റ്റേജിൽ കേറിയിട്ടില്ല. 2ാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയതാ. അമ്മച്ചിയാണ് മിസ് പ്രശ്നം ഉണ്ടാക്കിയത്. ഒരു മിനിറ്റ് ട്ടോ. മെബിയ നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് പാടണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ടുണ്ടാ. പിന്നെ ക്യാമറയും കൂടെ ഒന്ന് ഓണാക്കി പാടിയാ മതി. അതെ അതെ. അത് മാത്രമല്ല ഭഗവാൻ ഇറങ്ങി വന്നൊരു അല്ലേ, ഈശോ ഇറങ്ങി വന്നൊരു ഫീലാണ്. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അതെ, നല്ല ഈ പാട്ട് തന്നെ പാടിയാ മതി തോന്നുന്നു നമ്മളുടെ അന്ന് അല്ലേ. നല്ല സൗണ്ട് ആയിരുന്നു. ഏത് കോൺവെക്കേഷനാ? കോൺവെക്കേഷന് മാത്രല്ല, നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനും. സൂപ്പർ ആയിരുന്നു മെബിയ. നല്ല സൗണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. PDF കാണാമോ? ഇല്ലല്ലോ മിസ്സേ. ഇല്ല മിസ്സേ. കാണാമോ? കാണാം. ഇന്ന് മിസ്സിനെയും കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു ക്യാമറ തുടച്ചിട്ടാണ്. അപ്പൊ അത് മൊത്തം പൊടിയായിരുന്നാ? അല്ല, ഇന്ന് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത്രയും നാൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? ഇത്രയും ക്ലിയർ ഇല്ലായിരുന്നു, അതാ പറഞ്ഞ. ക്ലാരിറ്റി ഉണ്ട് മിസ്സേ. വേറെ ക്ലാസ്സാ, MP6ന്റെ ക്ലാസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇൻസ്റ്റയിലെ പിക്സ് ഒക്കെ ഞങ്ങൾ കണ്ടു. സൂപ്പർ. ഇൻസ്റ്റയിലെ പിക്സ് ഒക്കെ കണ്ടു എന്ന് പറഞ്ഞതാ. എങ്ങനെ? അത് അശ്വതി മിസ്സിന്റെ ഫ്രണ്ട് ആയിട്ടാണ് ലുതിയ അല്ലേ? അപ്പം എന്റെ ഫ്രണ്ടാണ് ലുതിയ. ആണോ? അപ്പൊ അങ്ങനെ കണ്ടതാ മിസ്. ഇപ്പൊ എന്നെ മിസ് ഫ്രണ്ട് ആക്കിയില്ല അല്ലേ? ഞാൻ അയച്ചില്ല. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം മിസ്. മിസ്സേ നമ്മുടെ വെനസ്ഡേയിലും അശ്വതി മിസ്സിന് എന്ത് പറ്റി മിസ്സേ? കാണുന്നില്ലല്ലോ കുറച്ചായിട്ട്. അശ്വതിസിനെ ഹബക്കിട്ട് അങ്ങനെ എന്തൊക്കെയോ പ്രോട്ടീൻ പ്രോബ്ലമൊക്കെ ഇരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ വരും കേട്ടോ. ഇത് നമ്മൾ എവിടെ വരെ എടുത്തു എന്ന് അറിയോ? ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ. മിസ് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജിയില് ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തായിരുന്നു. ഇനി ബാക്കി 2 എടുക്കാനുണ്ട്. ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജിയിലാണ്. ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ എടുത്തിട്ടില്ല. ഇല്ല മിസ്സേ, അത് എടുത്തിട്ടില്ല ഇതുവരെ. ഈ പാരഗ്രാഫ് തുടങ്ങിയാണോ? ആസ് എ ടീച്ചർ ഡേയ്സ് വിത്ത് ആണോ? ഇനി ആസ് എ ടീച്ചർ തൊട്ടാണ് തുടങ്ങിയത്. ഓക്കെ. ടീച്ചേഴ്സ് കുട്ടികളിൽ എങ്ങനെയാണ് നോളജ് കൊടുക്കുന്നത്? നോളജ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്?
ആ പ്രോസസ് എങ്ങനെയാ നടക്കുന്നത്? എങ്ങനെ മിസ്സേ മനസ്സിലായില്ല? നമ്മൾ അധ്യാപകർ കുട്ടികളിൽ നോളജ് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഓരോരോ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. എക്നോളജ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. കുട്ടികളിൽ അവരുടെ ഇച്ചിരി എന്റർടൈൻമെന്റ് ആയ രീതിയിൽ ഓരോന്ന് കാണിച്ചിട്ട് അതിലൂടെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതുണ്ട്. പല രീതിക്കാണ് ടീച്ചർമാർ എടുക്കുന്നത്. കുട്ടികളിൽ അറിവ് പകർന്നു കൊടുക്കുന്നതിൽ ഒരു പ്രത്യേക മെയിൻ ഫാക്ടർ വഹിക്കുന്നത് അധ്യാപകർ തന്നെയാണ് അല്ലെ? പാരന്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ തന്നെയാണ്. അപ്പൊ നമ്മള് കൊടുക്കുന്ന നോളജ്, നമ്മൾ എത്രത്തോളം അറിവ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടികളുടെ ആ ഒരു അറിവ് മേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളും പങ്കാളികളാണ് അല്ലെ? കുട്ടികൾ തന്നെയാണ് അറിവുകൾ ഓരോന്ന് ഗെയിൻ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നമ്മളൊന്ന് സപ്പോർട്ടിങ് ഹാൻഡ്സ് ആണ് അല്ലെ? അവരുടെ ആ ഒരു നോളജ് പ്രക്രിയയിൽ നമ്മളൊരു സപ്പോർട്ടിങ് ഹാൻഡ്സ് ആണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും കുട്ടികൾ അവരുടെ രീതിയിലല്ല അവർ മനസ്സിലാക്കുന്നത്. നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മൾ പഠിപ്പിക്കുന്ന തിയറീസ് ആണെങ്കിലും കണ്ടിട്ട് നമ്മൾ കുറെ തിയറീസ് ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അത് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞതിനെ പോലെയല്ല, നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെയാണോ അതാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു കുട്ടിക്ക് ഒരു അധ്യാപിക അല്ലെങ്കിൽ അവരുടെ അറിവ് നേടുന്ന ഒരു പ്രക്രിയയില് അധ്യാപിക ശരിക്കും എന്താണ് നല്ലൊരു ശരിക്കും സ്കഫോൾഡിംഗ് എന്നൊക്കെ പറയും, നമ്മളൊരു കൈത്താങ്ങെന്നൊക്കെ പറയും. ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറയും. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൗണ്ടേഷൻ അടിത്തറ എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഓരോ പ്രാവശ്യവും കുട്ടി ഓരോ നോളജ് അക്യൂർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ ആദ്യം നമ്മൾ ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, പിന്നെയാണ് ആ അക്ഷരങ്ങൾ കൂട്ടി നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? വേർഡ്സ് പഠിപ്പിക്കുന്നത് അല്ലെ? വേർഡ്സിൽ നിന്ന് നമ്മൾ എന്താണ് സെന്റൻസിലേക്ക് പോകുന്നത്. അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും എന്താണ് അവരുടെ നോളജ് ഒന്നിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ് അത് ഇമ്പ്രൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം അല്ലെ? ഓക്കെ, അപ്പൊ അവരുടെ പ്രോസസ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒരു അക്ഷരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വലിയ വലിയ സെന്റൻസിലേക്കും പാരഗ്രാഫ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നോളജ് പ്രക്രിയയിൽ കുട്ടികൾ എന്താണ് പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് അല്ലെ? ആദ്യം അവര് ലെറ്റേഴ്സ് അല്ലല്ലോ ആദ്യം പഠിച്ചത്, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ അതല്ലേ പഠിക്കുന്നത്. ഓക്കെ, ലൈൻസിലൂടെയാണ് അക്ഷരങ്ങളിലേക്ക് കടക്കുന്നത്. ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ഇതൊക്കെ എന്താണ് ഓരോ സ്റ്റേജിൽ അവരെ ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് അതിപ്പോ അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും ആ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ആ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് ഓരോ സ്റ്റെപ്പും അടുത്ത സ്റ്റെപ്പ് കുട്ടികൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അഡീഷൻ പ്രോപ്പർ ആയാൽ മാത്രമേ പിന്നെ സബ്സ്ട്രാക്ഷൻ പ്രോപ്പർ ആകാൻ പറ്റുള്ളൂ. പിന്നെ അത് രണ്ടും ഓക്കെ ആയാൽ മാത്രമേ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ ആവുള്ളൂ, ഡിവിഷൻ ഓക്കെ ആവുള്ളൂ അല്ലെ? അപ്പൊ ഓരോ പ്രോസസ്സിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കുട്ടികൾ ആ ഒരു കറക്റ്റ് നോളജ് പ്രോസസ്സിലൂടെ കടന്നു പോകുള്ളൂ, പ്രോപ്പർ ആയിട്ട് പോകണമെങ്കിൽ. ഇനി it is important that a teacher must know what type knowledge item can be absorbed mentally by children of a particular age group. Okay, നമ്മള് ഇപ്പൊ നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാണ് പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങള് 4 to 6. ഓക്കെ, യെസ്. അവർക്ക് ഏത് തരത്തിലുള്ള നോളജ് ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? എങ്ങനെയുള്ള നോളജ് പറഞ്ഞു കൊടുക്കണം? ബേസിക് നോളജ് പ്രത്യേകിച്ച്, അതായത് കുട്ടികൾക്ക് മെന്റലി അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെ? അവരുടെ ഏജിനനുസരിച്ച് നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റിലൊക്കെ പഠിച്ചതാണല്ലോ, അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം നമ്മൾ കൊടുക്കുക അല്ലെ? നമ്മുടെ എക്സ്പെക്ടേഷൻ പോലെയല്ല, കുട്ടിക്ക് മെന്റൽ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന നോളജസ് മാത്രമായിരിക്കണം നമ്മള് പ്രത്യേകിച്ച് പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഒരു ടീച്ചർ മനസ്സിലാക്കിയത്. ഒരു ചെറിയ കുഞ്ഞിനെ പോയി നമുക്ക് വലിയ തിയറി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വലിയ കോൺസെപ്റ്റിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെ? കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഡെമോൺസ്ട്രേറ്റീവ് ആകുന്ന രീതിയിൽ ചിലപ്പോൾ മെറ്റീരിയൽസ് കാണിച്ചു പഠിക്കുക. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് പോലെ എന്താണ് മെറ്റീരിയൽസിലൂടെയാണ് നമ്മൾ കുട്ടികളുടെ ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ പ്രോസസ്സിലേക്ക് കുട്ടികളെ കടത്തി വിടുന്നത്. ഓക്കെ, അപ്പോ കുട്ടി ഏത് രീതിയിൽ അറിവ് നേടുമെന്ന് ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് അധ്യാപികക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്, ഏതെങ്കിലും ഏജ് ഗ്രൂപ്പാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ 3 to 6 എന്ന് പറയുന്നത് വേറൊരു ഏജ് ഗ്രൂപ്പാണ് അല്ലെ? 6 to 11 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ വേറൊരു ഏജ് ആണ് അല്ലെ? 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെ
എന്താണ് ആ ഒരു അഡോൾസെന്റ് കാലഘട്ടം അവിടെയൊക്കെ എന്താണ് ഓരോ പ്രാവശ്യം കുട്ടികള് നോളജ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതിനനുസരിച്ച് എന്താണ് അവരുടെ ഏജിനനുസരിച്ചുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെ. അല്ലാതെ ഒരിക്കലും എന്താണ് അവർക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നോളജസും ടീച്ചേഴ്സ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു പഠനം നല്ല രീതിയിലുള്ള പഠനമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്കൂളും അങ്ങനെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ കുട്ടികൾ മെന്റലി എന്താണ് ഒബ്സർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള പഠനമായിരിക്കും നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത്. ഇനി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ സൈക്കോളജി എന്ന സബ്ജക്ട് അവരെ എന്തിനാണ് പ്രാപ്തരാക്കുന്നത്? വാട്ട് ടു ടീച്ച്, ഹു ടു ടീച്ച് ആൻഡ് ഹൗ ടു ടീച്ച്. ഓക്കെ, in short, psychology helps teachers in deciding what to teach, who to teach and how to teach. ഇപ്പൊ മനഃശാസ്ത്രം എന്നൊരു സബ്ജക്ട് നിങ്ങളെ അധ്യാപകരെ എന്തിനൊക്കെ മനസ്സിലാക്കാനായിട്ട് പ്രാപ്തിയാക്കുന്നു? വാട്ട് ടു ടീച്ച് എന്താണ്? എന്ത് പഠിപ്പിക്കണം അല്ലെ? ഹു ടു ടീച്ച് ആരെ പഠിപ്പിക്കണം. then how to teach എന്താണ്? എങ്ങനെ പഠിപ്പിക്കണം. ഓക്കെ, യെസ്, അതാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങള് സൈക്കോളജിയും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് പഠിപ്പിക്കാനായിട്ടുള്ള വേ ആണ് മനസ്സിലാക്കി തരാം. നമുക്ക് ഒരു ടെക്സ്റ്റ് എടുത്ത് ഒരു പോയം വേണമെങ്കിൽ കുട്ടികളെ അവിടെ നിന്ന് വായിപ്പിക്കാം. അങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്? സൈക്കോളജിക്കലായിട്ട് ആ പോയം അവരുടെ മനസ്സിലേക്ക് ഇറക്കണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആക്ഷൻസ് കാണിക്കേണ്ടി വരും അല്ലെ, കൂടെ പാടേണ്ടി വരും. അവരെ കൊണ്ട് അവരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾ ആ പോയം ഒന്ന് പ്രസന്റ് ചെയ്ത് കുട്ടികളെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും അല്ലെ, മനസ്സിലാക്കി പഠിക്കും കുട്ടികള്. അതായത് ഒരൊറ്റ ക്ലാസ് മതി കുട്ടിക്ക് ഒരു 4 ലൈനുള്ള പോയം പഠിക്കുക. 4 ലൈനിൽ 4 വരികളാണ്. 4 വരികളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, നിങ്ങൾ അത് കാണിച്ചു കൊടുക്കും. ഓരോ കുട്ടികളിലേക്കും നിങ്ങൾ അത് ചെയ്യിപ്പിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ വേറെ വേറെ മെത്തേഡ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്? കുട്ടികളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെന്നാക്കിയാണ് അല്ലെ. കുട്ടികൾക്ക് മെന്റൽ അബ്സോർബ് ആവുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടാണ് കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യങ്ങൾ മൂന്നും നോക്കി വാട്ട് ടു ടീച്ച് എന്ത് പഠിപ്പിക്കണം. ഇപ്പൊ പോയം ആണെങ്കിൽ പോലും പോയം നമ്മൾ എങ്ങനെ പഠിപ്പിക്കണം? ലൈവായിട്ട് പഠിപ്പിക്കാൻ പറ്റണം. വെറുതെ ഇവിടെ നിന്ന് വായിക്കുകയല്ല. കാക്ക കൂടെ എവിടെയാണ് അവിടെ നിന്ന് വായിച്ചു കഴിഞ്ഞാല് കുട്ടിക്ക് കാക്ക എന്താണ് വീട് എവിടെയെന്നാണ് ഒന്നും പറയാൻ പറ്റില്ല. അത് കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചാറാണെങ്കിൽ ജോലിക്കോണി ഏത് കഥയാണ് അപ്പൊ ചെറിയ സ്റ്റോറി ആണെങ്കിലൊക്കെ എന്താണ് അത് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ശരിക്കും ബൈ ഹാർട്ട് ആയിട്ട് പഠിപ്പിക്കുന്ന മെത്തേഡ് അല്ല ചൂസ് ചെയ്യേണ്ടത്. വളരെ ലൈഫ് സിറ്റുവേഷൻസിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. സാധാരണ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ അലമാരുടെ മുന്നിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നോക്കിയിട്ട് എന്താണ് ക്ലാസ് എടുക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഇതുപോലെ പോയൊക്കെ കുട്ടികൾ ഫ്രണ്ടിലുണ്ടെന്ന് വിചാരിച്ച് ക്ലാസ് എടുക്കണം. ഓക്കെ, ഒരു 45 സ്റ്റുഡൻസ് എടുത്ത് 25 സ്റ്റുഡൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കാം. നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു ചോദ്യം ഒരു ആൻസർ കിട്ടും. എങ്ങനെ? വാട്ട് ടു ടീച്ച് കിട്ടും. ദെൻ ഹു ടു ടീച്ച്. ഹു ടു ടീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യണം അല്ലെ. ഇന്ററാക്ട് ചെയ്യുന്ന സെഷൻ ആണ് അവിടെ. ഓക്കെ, ഇന്ററാക്ട് ചെയ്ത് അവരെ കൊണ്ട് പഠിപ്പിക്കുന്നു, നിങ്ങൾ പാടുന്നു, ഒരുമിച്ച് പാടുന്നു. ടീച്ചർ പ്യൂപ്പിൾ ഇന്ററാക്ഷൻ, പ്യൂപ്പിൾ ഇന്ററാക്ഷൻ, ദെൻ പ്യൂപ്പിൾ ടീച്ചർ ഇന്ററാക്ഷൻ. പല ഇന്ററാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഹു ടു ടീച്ച്. എങ്ങനെ നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്നു. സോറി, ആരെ നിങ്ങൾ എങ്ങനെ ഓരോ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി നിങ്ങൾ പോയം പാടിക്കൊടുക്കുകയാണ്, ആ കുട്ടി മാത്രം അവിടെ നിന്ന് പാടുന്നില്ല, പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവിടെ നിന്ന് പാടാതിരുന്നോട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്? അല്ല, എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരെ കൂടി പാടിപ്പിക്കാൻ ശ്രമിക്കണം. ബാക്കിയുള്ളവർ ആ കുട്ടീനെ പാടിപ്പിക്കാനുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ടീച്ചറിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണമെങ്കിൽ പാടിപ്പിക്കാൻ. കുറച്ചുകൂടി അവൻ എന്താണ് കുറച്ചുകൂടി പ്രോത്സാഹനം അവിടെ കൊടുക്കുന്നത്. കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും ക്ലാസ്സിലെത്തുമ്പോൾ അല്ലെ. ഇതേപോലെ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ ഫ്രണ്ടിലേക്ക് പോക്കുക. അവിടെ തന്നെ ഇരുത്താതെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോയം പാടാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ദെൻ ഹൗ ടു ടീച്ച്. ഇനി നിങ്ങൾ എങ്ങനെയായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? പല മെത്തേഡ്സ് അല്ലെ. എക്സാമ്പിൾസിലൂടെ മീൻസ് ബോർഡിലുള്ള വരയ്ക്കണതിലും അത് ബോർഡിൽ എഴുതി കൊടുത്തും പിന്നെ മെറ്റീരിയൽസ് കാണിച്ചു കൊടുക്കുക. ആ പോയവുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെ. കിളികൾ അല്ലെങ്കിൽ ഏതാണോ തീം എന്ന് വിചാരിക്കുന്നത് ആ തീമുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാം.
നമ്മുടെ ക്ലാസ് മുറിയുടെ പുറത്ത്, അതായത് എൻവയോൺമെന്റിലേക്ക് ഇറക്കി കുട്ടികളെ പഠിപ്പിക്കുക അല്ലെ. പുറത്ത് ക്ലാസ് റൂമിന് ചുറ്റും, അതായത് നമുക്ക് സ്കൂളിൽ പുറത്തായിട്ട്, ക്ലാസ് റൂമിന് പുറത്തായിട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈവായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത് സെക്കൻഡ് മെത്തേഡാണ്. പിന്നെ എന്താണ്, നമുക്ക് ഓഡിയോ വിഷ്വൽ എയ്ഡ് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. ഇതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ വെച്ചിട്ട് പ്രൊജക്ട് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഒരു റോളിലേക്ക് ചെയ്തല്ലോ, ആക്ട് ചെയ്ത് കാണിക്കണം. പല വേസ് ഓഫ് മെത്തേഡിൽ നിങ്ങൾക്ക് എന്താണ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ദിവസം ഒന്നും പോയാലൊന്നും നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കുറച്ച് ദിവസങ്ങൾ എടുക്കും അവരത് പഠിച്ചു വരുന്നത് കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം പോയി ഞാൻ നല്ല ടീച്ചർ ആവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല കേട്ടോ. കുറെ ദിവസങ്ങൾ എടുക്കും, സമയം എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു 3 പ്രോസസ്സിലേക്ക് എത്തിച്ചേരുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഒരു നോർമൽ എല്ലാവർക്കും ഉള്ള പോലെ ഒരു ടെൻഷൻ ആയിരിക്കും നമുക്ക്, എല്ലാവർക്കും ഉള്ളത് അല്ലെ. അതെങ്ങനെ പഠിപ്പിക്കും, ഇതേ ചോദ്യമാണ് അല്ലെ. ഹൗ ടു ടീച്ച്, വാട്ട് ടു ടീച്ച്, ഹു ടു ടീച്ച് അല്ലെ. അത് നമ്മുടെ മനസ്സിൽ കിടന്ന ചോദ്യം തന്നെയാണ് ശരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിനെ സൈക്കോളജി പഠിപ്പിച്ച് പ്രാപ്തയാക്കുന്നത്. അതായത് നിങ്ങൾ ഓക്കെ ആക്കുന്നത്, സെൽഫ് ആക്റ്റീവ് ആക്കി മാറ്റുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. സൈക്കോളജി ഹെൽപ്സ് ടീച്ചേഴ്സ് ഇൻ ഡിസൈഡിങ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. Yes. As the children undergoing pre-primary education are very young and not much expected of the society or larger environment, a teacher must be intensely careful in dealing with them. They are very subtle and sensitive. They are likely to absorb, internalize anything they come across. A teacher who is engaged in adjusting the very young generation of the society is expected to have a good knowledge of psychology of the children. Okay. ഇവിടെ നമ്മുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലെ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സൊസൈറ്റി കിടക്കുന്ന മറ്റു വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് അവയർനെസ് ഉണ്ടോ കുട്ടികൾക്ക്? യങ് ജനറേഷൻ ഇല്ല അല്ലെ. പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? 4 to 6 years ആയിരിക്കും. 4 to 6 years. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് നമ്മള് പുറമേ ഉള്ള മറ്റു കാര്യങ്ങളിലേക്കുള്ള ഒരു നോളജിലേക്ക് കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അവരെ നമ്മൾ എന്താണ് ഇന്റൻസീവ് ആയിട്ടായിരിക്കും അത്തരമുള്ള കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് ഇമോഷൻ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് അല്ലെ. സബ്റ്റിൽ ആൻഡ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? സബ്റ്റൈൽ ആൻഡ് സെൻസിറ്റീവ്. സെൻസിറ്റീവ് അറിയാം, സബ്റ്റൈൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെയുള്ളവരാണ്. ഇമോഷൻസിന്റെ കാര്യമാണോ പറയണ്ടാവുക? ഇമോഷൻസ് എപ്പോഴും അങ്ങനെ ഷിഫ്റ്റ്, അതായത് പെട്ടെന്ന് അവര് ഒരുമിച്ച് പ്രകടിപ്പിക്കുക അങ്ങനെയാണോ? അതായത് ഇമോഷൻസ് വേരി ചെയ്തോണ്ടിരിക്കില്ലേ, ഷിഫ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണോ? ചോദിച്ചത് സബ്റ്റിന്റെ മലയാളം വാക്ക് എന്താന്ന് ചോദിച്ചത്. എവിടെയും പഠിച്ചിട്ടുണ്ടോ? ടെക്സ്റ്റിലുണ്ടാ മിസ് ആ വാക്ക്? കണ്ടില്ലേ? സബ്റ്റില് ഇല്ല. ടെക്സ്റ്റിൽ വേറെ എന്തെങ്കിലും ആണോ? ഓ, നിങ്ങളുടെ PDF വേറെ എന്തെങ്കിലും ആണോ? ഇല്ല മാം, ഉണ്ട് എന്റെ മിസ് എന്താണ്? they are very subtle and sensitive അല്ലേ? അതിൽ സബ്റ്റിൽ എന്താണ്? സെൻസിറ്റീവ് ആണെന്ന് അറിയാലോ. സെൻസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ അറിയാൻ പറ്റുന്ന നിഷ്കളങ്കരാണ് അല്ലേ? ആണോ? നിഷ്കളങ്കർ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വളരെ ഇമോഷണൽ ആവുകയാണ്. നമ്മൾ പറയാറ് കുട്ടികൾക്ക് ഒബ്സർവേഷൻ പാഠം കുറച്ച് കൂടുതലാണ്. അപ്പൊ അതായത് സത്യം ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മമായിട്ട് അവർക്ക് എല്ലാ കാര്യത്തിനെ നോക്കുകയും ചെയ്യും. അതേപോലെ തന്നെ എന്താണ് സൂക്ഷ്മമായ ഒരു മീനിങ് ആണ് കേട്ടോ. സെൻസിറ്റീവ് ആണ് ഒരേ സമയം. അതായത് നമുക്കറിയാം നമ്മുടെ ക്ലാസ് കുട്ടികളെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മുന്നിൽ ഇരുന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുട്ടികളല്ലേ നോക്കി പല കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ എന്താണ് വേറൊരു സമയം നമ്മൾ എവിടേക്ക് പോയി കഴിയുമ്പോൾ നമ്മ പറഞ്ഞ അതേ സെയിം ഡയലോഗ് അവരോട് പറയും. അപ്പൊ എന്തുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്?
അവരവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ കുട്ടി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സൂക്ഷ്മ നിരീക്ഷകരാണ് അവര് അല്ലെ, അതാണ് സബ്റ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല സെൻസിറ്റീവും ആണ്. അവരുടെ ഇമോഷൻസ് എപ്പോഴെങ്ങനെയാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമോഷൻ ഡെവലപ്മെന്റ് പഠിപ്പിച്ചോ? സോഷ്യൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എടുത്തില്ല മിസ്സേ, എടുത്തില്ല. എടുത്തില്ലേ? അപ്പൊ അത് പഠിക്കാതെയാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സൂക്ഷ്മമായ എന്നാണോ മിസ്? അതന്നെ പറഞ്ഞേ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയായിരിക്കണം ഹാൻഡിൽ ചെയ്യുന്നത്? കുട്ടികളെ വളരെ സെൻസിറ്റീവ് ആണ്, വളരെ സബ്റ്റിലാണ്. അങ്ങനെയുള്ളവർ നമ്മൾ എങ്ങനെയായിരിക്കണം? ഇന്റൻസ്ലി കെയർഫുൾ ഡീലിംഗ് വിത്ത് അല്ലെ. അവരെങ്ങനെയായിരിക്കും നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? എങ്ങനെ സമീപിക്കുന്നവരെ അവരെയും സൂക്ഷ്മമായിട്ട് നമ്മുടെ അതെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ നിസ്സാരമായ ഒരു ജോലിയിൽ എടുക്കാൻ പോകുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികളാണ്, ഈ ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഭയങ്കര പ്രശ്നമാണ്. ഒരേ സമയം കുറച്ചു പേരോടെ കറിയും, ഒരേ സമയം ഇവിടെ കുറച്ചു പേര് പ്രശ്നം ഉണ്ടാക്കും, ഒരേ സമയം ഇല്ല എല്ലാവരും ഒരേപോലെ കൊണ്ടുപോയി. എനിക്ക് നല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. സിമ്പിളാണ് അങ്കമാടിയിലെ എന്താണ് അനുഭവം അറിയാം. ഒരു കുട്ടി ഇതേപോലെ കത്രിക വെച്ചിട്ട് മുടി മുറിച്ചു. മിസ് ശ്രദ്ധിച്ചില്ലായിരുന്നു ടീച്ചർ. അപ്പൊ അതിന്റെ പേരില് കുറച്ച് പ്രശ്നങ്ങളായി പാരന്റ്സിന്. കാരണം ശ്രദ്ധിച്ചില്ല. അത് ആ മിസ് കയറിയ ദിവസം തന്നെയായിരുന്നു. അപ്പൊ പോയിരുന്ന മിസ് ശ്രദ്ധിച്ചില്ല, കത്രികയൊക്കെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ അപ്പൊ എന്റെ സ്കൂളായിട്ട് മാസ്റ്റർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മള് ഒരു അധ്യാപക എന്ന നിലയ്ക്ക് നമ്മൾക്ക് തലയ്ക്ക് ചുറ്റും കണ്ണ് വേണമെന്ന് പറയുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ രണ്ട് കണ്ണുണ്ടെന്ന് ഒരു കാര്യമില്ല, തലയ്ക്ക് ചുറ്റും കണ്ണുകൾ വേണം. വേണമെങ്കിൽ മുകളിലും കൂടി വെക്കാന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതങ്ങനെയാണല്ലോ, അവരുടെ പ്രായം അതായതുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് പെരുമാറാനായിട്ട്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ വീഴ്ച മൂലം ഒരു കുട്ടിക്ക് ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല. അത് കുട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ പോലും നമ്മൾക്ക് അവിടെ ആ ഒരു സമയത്ത് വേറൊരു ക്യാരക്ടറും കൂടി ഹാൻഡിൽ ചെയ്യുന്നില്ല. ഇൻകേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു നേഴ്സ് കൊടുക്കുന്ന അതേ പരിചരണം നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ. പിന്നെ പല എമർജൻസി സിറ്റുവേഷനിൽ തന്നെ ഉണ്ടായിരുന്നു വരാം. നല്ല എക്സ്പീരിയൻസ് മാത്രം സ്കൂളിൽ നിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഓക്കെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പല അനുഭവങ്ങളും വരും. കുട്ടിയെ കൊണ്ട് ചിലപ്പോൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വരാം. അതൊക്കെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഒരിക്കലും വേറൊരു പോയിന്റ് പറയാം. പാരന്റ്സ് വരുന്നവരെയൊക്കെ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് കേട്ടോ. ചില സ്കൂളിൽ ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പാരന്റ്സ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുപോകാൻ നോക്കണം കേട്ടോ. അവിടെ നമ്മളിപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മളിപ്പം ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മളുടെ ആ സമയത്ത് ഇടപെടൽ കൂടെ ഒരിക്കലും ചിലപ്പോൾ കുട്ടി രക്ഷപ്പെടും. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങളെ കുട്ടിനെ കൊണ്ട് പോവാ. ഞാൻ പല സിറ്റുവേഷൻസിൽ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ടീച്ചേഴ്സ് പറയും എന്തിനാണ് പോകുന്നത്, അവരുടെ പാരന്റ്സ് കൊണ്ട് കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ക്ലാസ്സിലുള്ളപ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കൺഫ്യൂഷനിലാണ് സംഭവിച്ചെങ്കിൽ നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത്. അതും കൂടി അധ്യാപകരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ചിലർക്ക് പേടിയാണ്, കരയിലാവും, പൈസ പോകും, അങ്ങനെയൊക്കെ പേടിയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. നല്ല അധ്യാപകരുടെ ലക്ഷണമേ. ചില പാരന്റ്സ് കംപ്ലൈന്റ് പറയൂലേ മിസ്, ഞങ്ങളോട് ചോദിക്കാണ്ട് അങ്ങനെയും പറയുന്നവരില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തിനാ? പക്ഷെ ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ മാത്രമാണ്. കുട്ടിക്ക് അബദ്ധം വെച്ചാൽ കുട്ടിയെ നോക്കണ്ടേ? എനിക്ക് പഠിപ്പിക്കാൻ മാത്രമല്ല. അപ്പൊ അവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നിങ്ങൾ ചെയ്യുക. എന്താന്ന് വെച്ചാൽ കേട്ടോ, നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്തായാലും ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അടുത്ത് തന്നെ ഉണ്ടാവും അല്ലെ. അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. പൈസ കാര്യമൊക്കെ ആണെങ്കിൽ എന്തായാലും പ്രാഥമികമായിട്ടും ചികിത്സ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അപ്പോ ടീച്ചേഴ്സ് അങ്ങനെ നിസ്സാര കാര്യമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ലി ടു അബ്സോർവ് ഇന്റർനലൈസ് സെൻസറി. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കുട്ടികളെ പറ്റിയായിരുന്നു അല്ലെ. സെൻസിറ്റീവ് ആണ്, സബ്റ്റൈൽ ആണെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം? കെയർഫുൾ ആയിട്ട് ഇൻറ്റൻസീവ് ആയിട്ട് കെയർ കൊടുത്തേ മതിയാവും. എന്താണ്? they are likely to absorb or internalize anything they come across. ആണ് അങ്ങനെ പറയുന്നത്. വായിച്ചോക്കേ. They are likely to absorb. കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. They are likely to absorb or internalize anything they come across. എന്താണ്?
അവരുടെ മുന്നിൽ വരുന്ന എല്ലാ കാര്യത്തിനെയും അവർക്ക് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതായത് ആസ്വദിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. എന്ത് പറഞ്ഞാലും കുട്ടികൾ അബ്സോർബ് ചെയ്യും. അതിൽ എന്ത് കണ്ടാലും കുട്ടിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇന്റേണലൈസ് എനിത്തിങ് ദേ കം അക്രോസ് എന്ന് പറഞ്ഞ എന്താ കഴിക്കും? അവരെല്ലാ കാര്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കും. എല്ലാ കാര്യങ്ങളും ഇന്റേണലൈസ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടികളെ. ഉൾക്കൊള്ളാൻ ശ്രമിക്കും. കം അക്രോസ്, ഇന്റേണലൈസ് എനിത്തിങ് ദേ കം അക്രോസ് ഉദ്ദേശിക്കുന്നത് എന്താണ് പറയാൻ? ഇതിലൂടെ ആലോചിച്ചു കിട്ടും. അവരുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഏതൊരു പ്രവൃത്തിയെയും അവര് ഉൾക്കൊള്ളുന്നുണ്ട് വളരെ ഡീപ്പായിട്ട്. എന്ത് കാര്യമായിട്ടും ചുറ്റും കടന്നു പോയാൽ അവരെന്താണ് അക്സെപ്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് അവർ വളരെ സെൻസിറ്റീവ് ആണ്. ഒപ്പം അവർ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും നമ്മളെ പോലെ അവർ ബോധേഡല്ല. നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഇച്ചിരി വലുതായി അല്ലേ, ഏജ്ഡ് ആവുന്നതനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളുടെ വിഷമവും ദേഷ്യവും അല്ലെങ്കിൽ പേടിയൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. പക്ഷെ ആ സമയത്ത് ആ കുട്ടികൾ വലിയ കാര്യങ്ങൾ കണ്ടപ്പോഴും എന്താണ് അവർക്ക് അതിനെ കുറിച്ച് ബോധേഡല്ല അല്ലെ. ബോധേഡല്ലാത്തപ്പോഴും എന്താണ് അവർക്കതൊരു പ്രശ്നമേ ഇല്ല. എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ അതിങ്ങനെ ഒരു എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും കുട്ടികൾ എന്താണ് അത് നോക്കി നിൽക്കുകയും അബ്സോർബ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ എന്താണ് അത് നോക്കിയത് നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്തിരിക്കുകയും ചെയ്യും. ഓക്കെ, അത് ഓരോ കുട്ടികളുടെ നേച്ചർ അനുസരിച്ച് ഇത് വ്യത്യാസം വരാട്ടോ. എല്ലാ കുട്ടികളും ഇതേപോലെ ആവണമെന്നില്ല, എല്ലാവരും ഇതേപോലെ ആവണമെന്നില്ല. അവരുടെ നേച്ചർ അനുസരിച്ച് ഓരോ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസം വരാം. Then a teacher who is engaged in adjusting is a very young generation of the society is expected to have a good knowledge of psychology of the children. അപ്പൊ നിങ്ങൾ കുട്ടികൾ ഏതൊക്കെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ കാണിക്കും, എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? ചൈൽഡ് സൈക്കോളജി പഠിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ പ്രത്യേകം ഒരു യുവതലമുറയെ നല്ല രീതിയിൽ സൃഷ്ടിച്ചെടുക്കുന്നതില് അധ്യാപകയെ സംബന്ധിച്ചിടത്തോളം ചൈൽഡ് സൈക്കോളജിനെ കുറിച്ചിട്ട് നല്ലൊരു നോളജ് ആർക്കുണ്ടായിരിക്കണം, നിങ്ങൾ അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ചൈൽഡ് സൈക്കോളജിയിൽ അധിക കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കാനില്ല. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ എഡ്യൂക്കേഷൻ സൈക്കോളജിനെ കുറിച്ച് മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാനും ആലോചിച്ചിട്ടുണ്ട്. ചൈൽഡ് സൈക്കോളജിനെ പറ്റി നിങ്ങൾക്ക് അതിന്റെ പ്രോസസ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒന്നും പഠിക്കാൻ തന്നിട്ടില്ല ടെക്സ്റ്റില്. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങളുടെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ടത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ള ശാസ്ത്രം മാത്രമേ ഉള്ളൂ പഠിക്കാൻ. പിന്നെ സൈക്കോളജിയുടെ ഒരു ചെറിയ ഭാഗം. ഓക്കെ, മിസ് കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ KG സെക്ഷനിൽ പഠിപ്പിച്ചിന്. അപ്പം ഒരു ദിവസം ക്ലാസ് വിടാൻ നേരത്ത് ദേശീയഗാനം ചൊല്ലുമ്പോൾ കുഞ്ഞിങ്ങനെ ബെഞ്ച് തടഞ്ഞ് വീണുപോയി. അങ്ങനെ ചുണ്ടിന്റെ ഇവിടെ അങ്ങോട്ട് പല്ലടക്കം ഇതായിട്ട് ചുണ്ടിങ്ങനെ നീളത്ത് കീറി. അന്നേരം തന്നെ ഞങ്ങളത് കുഞ്ഞിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. 6 സ്റ്റിച്ചറ്റ് ഇട്ട്. അതിന്റെ ശേഷമാണ് അവരെ പേരൻസ് വന്നത്. അപ്പൊ എന്റെ കൈ മൊത്തം ബ്ലഡിൽ ഇങ്ങനെ മുങ്ങിയിരിക്കായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനെ പൊട്ടിയപ്പോഴേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് എത്തിയതിന്റെ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം പേരൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. പിന്നെ അവരെ നമ്മൾ പഠിപ്പിക്കുമ്പോ നല്ലതാ. നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം വരാഞ്ഞാൽ അവരത് ചോദിക്കും, എന്താ ടീച്ചർ ഇന്നലെ വരാഞ്ഞത്. പിന്നെ നമ്മളൊരു പുതിയൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സിന് വരെ അവര് നല്ല ഭംഗിയുണ്ട് ടീച്ചറെ ഡ്രസ്സ് കാണാൻ. നല്ലൊരു അനുഭവമാണ് നമ്മൾ KG സെക്ഷനിൽ പഠിപ്പിക്കുമ്പോ. എന്റെ പേര് താജുന്നിസ. ഇല്ല, അത് കല്യാണത്തിന് മുമ്പേ ഞങ്ങളെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു. എന്റെ നാട് കോഴിക്കോടാ, വടക്കൻ കോഴിക്കോട്. ഇപ്പൊ കൊല്ലത്താണ്. നിങ്ങൾക്ക് ശരിക്കും ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് സ്നേഹമാണ് കേട്ടോ. എല്ലാത്തിനും അപ്പുറം സ്നേഹം, ഭയങ്കര സ്നേഹം ഇരിക്കുന്നുണ്ട്. നമ്മള് പഠിപ്പിച്ചറിയിപ്പ് വരാന്ന് പറയുന്നത് അവരെ വിട്ടുപിരിയാനുള്ള ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മള് ടേബിളിന്റെ അവിടെ ഇരിക്കുമ്പോ നമ്മളെ ചുറ്റും അവര് വന്നിരിക്കും. നമ്മളെ ഡ്രസ്സ് പിടിച്ചിട്ട് അത് പിടിച്ചിട്ട് നല്ലൊരു അനുഭവമാണ് അവരെ പഠിപ്പിക്കാന്ന് പറഞ്ഞാല്. എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറയാം കേട്ടോ. നിങ്ങള് അവരവസരങ്ങൾ വരുമ്പോ തട്ടിത്തെറിപ്പിക്കരുത്. ഒരു സ്കൂളിൽ നിന്ന് ഒരു അവസരം വന്നു ഞാൻ പോവാതിരിക്കാന്നുള്ള ആരും വിചാരിക്കില്ല കേട്ടോ. എനിക്ക് ഇപ്പൊ വന്നാലും ഇപ്പോഴാണെങ്കിലും പോവാം കേട്ടോ.
ഇപ്പൊ സ്കൂളിന്റെ വേക്കൻസിക്ക് വിളിച്ചാലും നിങ്ങൾ പോയി പ്രശ്നമില്ല. നിങ്ങളുടെ എല്ലാ കപ്പാസിറ്റീസ് ഉണ്ട്. ക്ലാസ് എടുക്കുന്നത് മാത്രം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എങ്ങനെയാണെന്ന്. അതുകൂടി ഒന്ന് സെറ്റ് ആയാൽ നിങ്ങൾ ഓക്കെയാണ്. അതിനൊരു അവസരം നമ്മള് ചാപ്റ്റർ 10 ഞാൻ നിങ്ങൾക്ക് തരാം. മാനം എൻവയോൺമെന്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ട് പാർട്ട് 4. ഇതിൽ അതെ ഓരോ ടോപ്പിക്സും നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും. ക്ലാസ് എടുക്കുന്ന എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് ഏത് തരം സ്കൂളിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. ഏത് തരം ക്ലാസ്സുകളാണെങ്കിലും കേട്ടോ. KG മാത്രമല്ല, സ്കൂളോ യുക്ത ഏതാണെങ്കിലും എടുക്കാൻ പ്രാപ്തരാണ്. എടുത്തവർക്ക് അറിയാൻ പറ്റും. അല്ലാത്തവര് കുറെ പേര് ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്നവരുണ്ടോ? ആദ്യമായിട്ട് ഇതിന് മുമ്പ് പോയിട്ടില്ലെന്നും ഇല്ല? പഠിച്ചിട്ടില്ല മിസ്സേ. ഞാൻ പഠിച്ചിട്ടുള്ളൂ, ഇതുവരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പോയിട്ടുണ്ട് മിസ്സേ, അതേ ഉള്ളൂ. നമ്മൾ ഈ പഠിക്കണമെന്നും അല്ലാട്ടോ പഠിപ്പിക്കാൻ പോകുമ്പോ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. പഠിക്കാൻ പോകുമ്പോ വേറെ അനുഭവങ്ങളാണ്. പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവിടെ ചെയ്യാൻ നോക്കുള്ളൂ. ചെയ്യാനൊക്കെ പറ്റണം. പിന്നെ സ്കൂൾ ഒരിക്കലും എപ്പോഴും നമുക്ക് ഹാപ്പി മൊമെന്റ്സ് വരുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഭയങ്കര മോശമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവാം, മിക്സ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കൂടി പറ്റണം നമുക്ക്. പിന്നെ എല്ലാ അധ്യാപകരും നമ്മളെ ഇവിടെ ഇതായിട്ട് കാണുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പല ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലോട്ട് നമുക്ക് പോകാൻ പോകുന്നത്. ഇപ്പോഴും അധ്യാപനത്തിൽ നല്ല രീതിയിലെ വശങ്ങൾ സ്വീകരിക്കാത്ത കുറെ അധ്യാപകരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരുടെ ഇടയിലൊക്കെ പറ്റി കഴിഞ്ഞാല് അവരെന്ത് കാണിച്ചോട്ടെ നിങ്ങൾ അതുപോലെ കാണിക്കാൻ പറ്റും. അവര് കാണിക്കുന്ന പോലെ ആവരുത്. നിങ്ങളുടെ വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കും. ഓക്കെ, ലുതി പഠിപ്പിച്ചാലും മെബി പഠിപ്പിച്ചാലും നിങ്ങൾക്കൊരു ഒരു ടീച്ചിങ് സ്റ്റൈൽ ഉണ്ടാവും. അത് എല്ലാ ടീച്ചേഴ്സിനും ഓരോരുത്തർക്ക് വ്യത്യസ്തമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അത് ട്രാക്കിലേക്ക് വീഴും. നമ്മൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റൈലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അതിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. അതിനാണ് ടീച്ചിങ് പ്രാക്ടീസും വിടുന്നത്, നിങ്ങളോട് ക്ലാസ് എടുക്കാനൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ടോപ്പിക്സ് അത് കുറെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസിനെ പറ്റിയുള്ള ചാപ്റ്റർ ആണ്. എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഓരോന്ന് തന്നാലും നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരും ക്ലാസ് എടുക്കണം കേട്ടോ. നമുക്ക് ഇനി ഇതേപോലെ നമുക്ക് ഓഫ്ലൈൻ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് തരാൻ പറ്റില്ല അല്ലെ, ഓൺലൈൻ ആയതുകൊണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ക്ലാസ് എടുക്കാൻ പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ കുട്ടികൾ വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു മരത്തിന്റെ മുന്നിൽ പോയിരുന്നാലും ക്ലാസ് എടുക്കാം, ഒരു ചെടിയുടെ മുന്നിൽ പോയിരുന്നാലും ക്ലാസ് എടുക്കാം. പക്ഷെ ഇമാജിൻ ചെയ്യണം മുന്നിൽ ഇരിക്കുന്ന കുട്ടികളാണ്. ഇനി നമ്മളിപ്പോ പഠിച്ച ടീച്ചർ ആൻഡ് സൈക്കോളജി ആണ്. നെക്സ്റ്റ് വരുന്നത് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ. PDF എല്ലാവർക്കും ഒരേപോലെ വിസിബിൾ ആണോ? കാണാൻ പറ്റും. പോയിട്ടുണ്ടോ? ഹസ്സനൊന്നും കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു ഹസ്ന? നിസ്കരിക്കാൻ പോയി. ശരിയാ പറ്റാം. വെള്ളിയാഴ്ച നിസ്കാരം ഞങ്ങക്ക് ഇമ്പോർട്ടന്റ് ആ. വെള്ളിയാഴ്ച ഫ്രൈഡേ ആണല്ലോ. ആ, എവിടെ വീട്ടിൽ തന്നെയല്ലേ? പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ നമുക്ക്? ഞാൻ പള്ളിയിൽ പോവാറുണ്ട്. പോകാറുണ്ടോ? ആ, പോവാറുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ പള്ളിയിൽ പോകില്ല കേട്ടോ. ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടുള്ളത്, ആരെങ്കിലും മരിക്കുമ്പോ മാത്രമേ പോകാറുള്ളൂ. അല്ലാതെ പള്ളിയിൽ പോകുന്നൊക്കെ അറിയില്ല കേട്ടോ. അല്ല മാം, അവർക്ക് പ്രത്യേകം ഒരു റൂം ഉണ്ട് നിസ്കരിക്കാൻ. അങ്ങനെയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ നോക്കാം. As the Montessori teachers are expected to communicate with the children of age group 3 to 6, they must know their general behavioral groups, individual behavior, each one's family background, social background, etc. നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 3 to 6 ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ബിഹേവിയറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ധാരണ ഉണ്ടായിരിക്കണം. ജനറൽ ബിഹേവിയർ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ, അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് ജനറൽ ബിഹേവിയർ കാണിക്കുന്നത്. പൊതുവായിട്ട് കുട്ടികൾക്ക് എന്താ സ്വഭാവം ഉണ്ടാവും. അത് എല്ലാ കുട്ടികളും ഒരേപോലെ കാണിക്കും അല്ലെ, വ്യത്യാസം ഉണ്ടാവില്ല, ഒരേപോലെ ആയിരിക്കും. പക്ഷെ ഗ്രൂപ്പിലെ വ്യത്യാസമായിട്ടായിരിക്കും പെരുമാറുന്നത് അല്ലെ. ബിഹേവിയർ ഗ്രൂപ്പ്സിലെ വ്യത്യാസമായിരിക്കും.
ഒരു ഗ്രൂപ്പായിട്ട് പെരുമാറുന്ന സമയത്ത് കുട്ടികളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും കാണുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് എന്തായിരിക്കും, ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും. ഇനി അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, കുട്ടിയുടെ ഈച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഓരോ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലി സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ബാക്ക്ഗ്രൗണ്ട് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിട്ടായിരിക്കണം കുട്ടികളുമായിട്ട് ട്രാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മള്? അവരെ എങ്ങനെ വരാന്ന് അറിയില്ലല്ലോ മിസ്സേ. ചില കുട്ടികള് പാവപ്പെട്ട വീടുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാകുമല്ലോ, വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ മെസ്സേജ് പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളിൽ ഏറ്റവും മോശം ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ, അതായത് സാമ്പത്തികമായിട്ട് മോശമുള്ള കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, അതിനാരും പഠിച്ചിരിക്കരുത്. നമ്മുടെ MP7 ഒരു കുട്ടി ഉണ്ടായിരുന്നു, സ്മിത എന്ന് പറഞ്ഞ കുട്ടി. ആള് ഭയങ്കര നല്ലോണം പഠിക്കുന്ന ആളാണ്, പക്ഷെ ഏറ്റവും മോശമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത്. പക്ഷെ ഒട്ടും കഴിവില്ലാത്തൊരു വീടാണ് ആൾക്ക്. ആളെന്ത് ചെയ്തു, പഠിച്ച് ആ സമയം കൊണ്ട് കുറെ പേർക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. പൈസ ഒന്നും വാങ്ങിക്കാതെ ട്യൂഷൻ എടുക്കുന്നു. 5-10 പേര് എടുക്കുമെങ്കിൽ അതിൽ 2-3 പേര്, അതായത് പൈസ ഉള്ള കുട്ടികളുടെ മാത്രമേ ചെറിയ രീതിയിൽ പൈസ വാങ്ങിക്കുള്ളൂ, ഫീസ്. അങ്ങനെ കുട്ടി ട്യൂഷൻ എടുത്ത് ലാസ്റ്റ് നല്ല രീതിയിൽ നല്ലൊരു ടീച്ചറായി ഗവൺമെന്റ് സർവീസിൽ കയറി. ഇപ്പൊ എന്താണ്, ആൾക്കില്ലാന്നിട്ടും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും പഠിപ്പിച്ചു. ഇപ്പൊ സ്വന്തമായിട്ടൊരു ട്യൂഷൻ ക്ലാസ് ഒക്കെ തുടങ്ങി ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആളങ്ങനെ മനസ്സിലാക്കിയത്? ആൾക്കറിയാം പൈസ ഇല്ലാതെ പഠിച്ചതിന്റെ ബുദ്ധിമുട്ട് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഇപ്പോഴും പേര് ഓർക്കുന്നു, കോഴിക്കോട് എന്താണ് പേര്. ഒരു ദിവസം ഇങ്ങനെ അനുഭവങ്ങൾ വന്നപ്പോ പറഞ്ഞാണ്. അപ്പൊ ആളിപ്പോ സ്വന്തമായിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് 10ാം ക്ലാസ്സിലെ ഏറ്റവും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമായ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ, ബുക്സ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആള് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം വർക്ക് ചെയ്തിട്ടാണ് അവിടെ വരെ എത്തിയിട്ടുള്ളത്. സാറായിട്ടല്ല, നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ടീച്ചറാണ്, നല്ലോണം സംസാരിക്കും, ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. പക്ഷെ ഇവിടെ വന്നില്ല, കൺവൊക്കേഷൻ എത്തിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എക്സാമിന് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എത്തിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങള് പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് എന്താണ് 3 to 6 yearsലെ കുട്ടികളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട്സും വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം അവരെ നമ്മൾ പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, the children face different problems in their family and environment. അവിടെ നിന്ന് വലിയ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാറുണ്ട്. ഈ ഒരു ഭാഗത്ത് കുട്ടികൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫാമിലിയിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു ആക്ടിവിറ്റീസ് ഒന്നും തരാറില്ലല്ലോ, കിടക്കട്ടെ കേട്ടോ. അപ്പൊ കുട്ടികൾ നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഒരു 10 പോലെ 5 കണ്ടെത്തിക്കൊണ്ടുവരാം കേട്ടോ. The problem faced by children, their family and environment. ഏതൊക്കെ പ്രോബ്ലംസ് ആണ്? ഓക്കെ, കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക കേട്ടോ. മിസ് ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്യോ, അല്ലെങ്കിൽ പറഞ്ഞുതരോ ഒന്നുകൂടി? കിടക്കണ്ടോ, കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വേണമെന്നില്ല, നിങ്ങൾ ഇത് കണ്ടെത്തിയാൽ മതി. ഓക്കെ മിസ്. മിസ് അത് ജസ്റ്റ് പോയിന്റ് ആയിട്ട് മതി. Faced by children in their family and environment. എന്താണ് കിട്ടിയ അല്ല മിസ്, പോയിന്റ് എന്താണ് പ്രോബ്ലം എന്ന് മാത്രം മതി, എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, അവിടെ വരെ നിൽക്കട്ടെ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി തുടങ്ങാം. ആരെങ്കിലും എടുത്ത എടുക്കാം? ഇല്ല മിസ്, ഇല്ല എടുത്തില്ല. എനിക്ക് എത്തിക്കോളം ഭാഗമുള്ളൂ, അത് കുറച്ച് കഴിഞ്ഞ് ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ 7ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ആരെങ്കിലും എടുത്തോ ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഇല്ല. അപ്പൊ 8 നീഡ്സ് എടുത്തോ? അപർണ മിസ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന നീഡ്സാ. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് എക്സാം ആവും കേട്ടോ. 1 എക്സാം ആവും.
കംപ്ലീറ്റ് ആണ്. ബട്ട് അശ്വതി മിസ്സിന് എന്തുകൊണ്ട് എടുക്കാനുണ്ട് ഇനി? അശ്വതി മിസ്സിന് അധികം ഉണ്ടോ? മെക്കാനിക്സ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന അശ്വതി മിസ്. ഡിഫൻസ് മെക്കാനിക്സ് ഡിഫൻസ് മെക്കാനിക്സ് ആണ് മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രാമത്തെ മെക്കാനിക്സ് പോയി? ആദ്യത്തെ കോമ്പൻസേഷൻ ആണോ? ഇനി സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റും കൂടി എടുക്കാനുണ്ട്. ഇത് നല്ല ചാപ്റ്റർ, ചെറിയ ചാപ്റ്റർ. കോമ്പൻസേഷൻ ഫ്രാക്ഷണലൈസേഷൻ മാത്രം എടുത്തിട്ടുള്ളൂ അല്ലേ? ടീച്ചർ അത് വരാൻ അധികം വൈകുന്നതാണെന്നെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തരാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ മഞ്ഞിന്റെ പ്രശ്നമായിരിക്കും മിസ് തൊണ്ടവേദന ഇപ്പോഴത്തെ ഈ ഹോസ്പിറ്റലാണ് ടീച്ചർ. ഡിസ്ചാർജ് ആയിട്ട് 1 വർഷം വരാൻ പറ്റില്ല, ക്ലാസ് എടുക്കട്ടെ. അതെയോ? ആ മിസ്സേ നമുക്ക് ഇന്റേൺഷിപ്പ് ഏതൊക്കെ മാസങ്ങളിലായിരിക്കും മിസ്സേ വരുന്നത്? ഇന്റേൺഷിപ്പ് വരുന്നത് എന്നായിരിക്കും മിസ്സേ? ഇന്റേൺഷിപ്പ് എനിക്ക് തോന്നുന്നു നിങ്ങള് പാർട്ട് 4 ഒക്കെ എത്തുമ്പോ പോയാൽ മതി. പാർട്ട് 4ലാണ് സ്കൂൾ മാനേജ്മെന്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതായിരിക്കും നല്ലത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോണായിരിക്കും നല്ലത്. ടീച്ചർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. പാർട്ട് 4ലാണ് ഇന്റേൺഷിപ്പ് നിങ്ങൾ അറേഞ്ച് ചെയ്യും നമ്മൾ അറേഞ്ച് ചെയ്യണോ മാം? ഇന്റേൺഷിപ്പ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. ആണോ? അടുത്തുള്ള സ്കൂളുകളിലൊന്ന് വേക്കൻസീസ് ഒക്കെ അന്വേഷിക്കുക കേട്ടോ. ഇൻകേസ് അതിന് മുൻപ് നിങ്ങൾക്ക് ഒരു വേക്കൻസി വന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ കേട്ടോ, പോയിരിക്കണ്ട. ഞാൻ പറയുന്നത് പോകാനായിട്ട് നിങ്ങൾ ഏബിൾ ആണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻഫിനിസസില് ഒരു ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് മിസ്, അറിയാവുന്ന ഒരു മിസ്സായിട്ട്. നല്ല പരിചയമുള്ള ഒരു മിസ്സാണ് അവിടുത്തെ മെയിൻ KG സെക്ഷനില്. അപ്പൊ തന്നെ പോയിക്കോളൂ കേട്ടോ. ആരും പോകാതെ ഇരിക്കണ്ട, പേടിച്ചോണ്ടിരിക്കണ്ട, പേടിച്ചിട്ടേ വേണ്ട. ഒരു പേജും കൂടി എടുക്കാനില്ലേ? Individual differences equals intersection may still prevail with some children. അത് എടുത്തിട്ടില്ല, പ്രോബ്ലംസ് കഴിഞ്ഞപ്പോ ക്വസ്റ്റ്യൻ വെച്ച് നിർത്തിയതാ. ഓക്കെ മാം. ക്ലാസ്സിനെ കേട്ടില്ലേ ടീച്ചർ പറഞ്ഞത്? ഇവിടെ നല്ല ബഹളം. സിസ്റ്ററിന്റെ മോളുണ്ട്, അതുകൊണ്ട് ഞാൻ കേട്ടില്ല. ഇയാള് ഇവിടെ വന്ന് ബഹളം വെക്കിയിരുന്നു. ആരാ ഫോണില്? ഒരാൾക്ക് ഫുൾ അറ്റൻഷൻ വേണം. മിസ് ആക്ടിവിറ്റി ബുക്കിൽ എഴുതാലോ അല്ലെ? അതിന്റെ മിസ് പറഞ്ഞത് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് 10 പ്രോബ്ലംസ് 5 പ്രോബ്ലംസ് കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രോബ്ലംസ് കിട്ടും. തപ്പിപ്പിടിച്ച് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതാം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ഏത് ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. എന്നിട്ട് ഇവിടെ പറയണം, അത് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഒരു പോയിന്റ് വെച്ചിട്ട് വായിക്കാനല്ല ഞാൻ എഴുതാൻ പറഞ്ഞത്. ആ പോയിന്റ് വെച്ചിട്ട് 1 or 2 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും മിസ്, തീർച്ചയായിട്ടും. ഇവിടെ മിസ് നിർത്തി എന്താണോ ആദ്യം സ്പീഡിൽ പോയാൽ ബാക്കി ടീച്ചേഴ്സ് ഒക്കെ പതിയെ വന്നോളൂ. ഞാൻ സ്പീഡിൽ പോയിട്ട് നിർത്തിവെച്ചിട്ട് കാര്യമില്ല. മിസ്സിന്റെ തീരാൻ സാധ്യതയുണ്ട്. തീരും, പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാലോ. റിവിഷനോ? ടീച്ചർമാർക്ക് റിവിഷനോ? റിവിഷൻ ഇല്ലല്ലേ? ഓക്കെ, റിവിഷൻ ഒന്നുമില്ല, പഠിക്കാനുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം, മോക്ക് ടെസ്റ്റ് നല്ലോണം പഠിക്കാം. ഇത്രയും ചെയ്താൽ നല്ല മാർക്ക് വാങ്ങിക്കണം. ടോപ്പേഴ്സ് ആവണം കേട്ടോ. ടോപ്പേഴ്സിനാണ് നമ്മൾ കോൺവെക്കേഷന് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ടോപ്പറിന് ഫസ്റ്റ് സെക്കൻഡിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് അറിയില്ലായിരുന്നല്ലേ? മിസ് ഹസ്നയുടെ അടുത്ത് കുഞ്ഞ് ഇരിപ്പുണ്ട് കേട്ടോ. ഹസ്നയുടെ അടുത്ത് കുഞ്ഞത് ഹായ് തന്നെ ഉണ്ട് മിസ്സിന്. ഹസ്നയുടെ കുഞ്ഞാണോ? അതല്ലല്ലോ, ഹസ്നന്റെ അല്ലേ? അല്ലല്ല, അത് ഹസ്നയുടെ കുഞ്ഞല്ലല്ലോ. ഹസ്നയുടെ വലിയ കുഞ്ഞാണ്. അല്ല മാം, ഇത് എന്റെ സിസ്റ്ററിന്റെ മോളാ. കുഞ്ഞിനെ കണ്ണില് നോക്കിയാണോ?
കണ്ണിലും മുടി വീണ് കിടക്കുക. മുടിയൊന്നും മാറ്റിയ ശരിക്കും മുഖം കണ്ടില്ല. പിന്നെ ഇപ്പഴത്തെ കുട്ടികൾ ഇങ്ങനെ പോവും മിസ്. നാണം വന്ന് പോവും. എവിടെ വരെ ഈ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രാത്രിയോ? അല്ലല്ല, ഇപ്പൊ ഇത് ഈ മീറ്റ് കഴിഞ്ഞ് അപ്പം നേരെ ഞങ്ങൾ അതില് കയറുന്നു. ഇന്നലെ എല്ലാരും കേറാത്തോണ്ട് ഇന്നലെ വെറുതെ പോയി. 1 മണിക്കൂറുള്ള പ്രോഗ്രാംസ് മതി കേട്ടോ. പക്ഷെ എല്ലാവരും പങ്കെടുക്കാൻ വേണം. അതാണ് പാട് മിസ്. എല്ലാരെയും വിളിക്കല് മാത്രമേ ഉള്ളൂ. ആര് വന്നില്ലേ? പ്രോഗ്രാംസ് ആണ് മിസ്സേ. 1 മണിക്കൂർ പ്രോഗ്രാംസ് ഒക്കെ ആയി. കുറെ പേര് ആക്റ്റീവ് ആയിട്ടുണ്ട്. കുറെ പേര് ഇന്നേയും ഒന്നിനും വരാത്തവരുണ്ട്. അതായത് നമ്മുടെ ബാച്ചില് കുറെ പേര് പറഞ്ഞിട്ടേ കുറച്ച് പേര് പരിപാടിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേര് നൽകും. കുറെ പേര് ഇനിയും അങ്ങനെ മുന്നോട്ട് വരാത്തവരുണ്ട്. ടോട്ടല് 103 പേരുണ്ട് മിസ്. 103 ഉണ്ട് നമ്മുടെ പ്രോഗ്രാംസിന് ടോട്ടൽ മാത്രമല്ല സ്റ്റുഡൻസ്. മിസ്, ആക്ടിവിറ്റി ചെയ്യാനും അങ്ങനെ തന്നെയാണ്. ആക്ടിവിറ്റി ചെയ്യാനും അവർക്ക് മടിയാണ്. കേട്ടാ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. റെക്കോർഡാണോ എന്തെങ്കിലും മനസ്സിലാവല്ലോ. ഓക്കെ, നിങ്ങളെ പറ്റി കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് നിങ്ങൾ പങ്കെടുക്കാത്തത്? എന്താണ് കാരണം? എന്താണ്? ഇപ്പൊ ഇവരൊന്നും കഴിവൊന്നും ഉണ്ടായിട്ടല്ല, കഴിവുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും ഒരച്ച് പാടാൻ അറിയാം, ഡാൻസ് ചെയ്യാൻ അറിയാം. അതൊക്കെ വെച്ചാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കണം കേട്ടോ, അറിയാവുന്ന പോലെ. ഭയങ്കര പേടിച്ച് തന്നെ ഇപ്പൊ നല്ലൊരു പാട്ട് പാടില്ലേ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പൊ അത് പ്രദർശിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് കിട്ടുന്നത്. നിങ്ങളായിട്ട് നിങ്ങളത് കളയരുത്. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എന്തോരം കാര്യങ്ങളെ കൂടി ചെയ്യാൻ പറ്റി അല്ലെ? കുറെ നാളായിട്ട് വീട്ടിലിരിക്കുന്നവരൊക്കെ ആയിരുന്നു കുറെ പേര് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സെലിബ്രേഷൻസ് കഴിഞ്ഞു, എന്തൊക്കെ പ്രോഗ്രാംസ്, എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തു. ഓരോ ക്ലാസ്സിൽ ഓരോ അനുഭവങ്ങളാണ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് അല്ലെ? ഓക്കെ, അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു, കേട്ടു, കണ്ടു, അറിഞ്ഞു അല്ലെ? ഓക്കെ. അപ്പൊ പങ്കെടുക്കാത്തവരെ നിങ്ങള് അത് നല്ലൊരു സ്വഭാവമല്ല കേട്ടോ. പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. പറ്റാത്തവരാണെങ്കിൽ ഓക്കെ, റീസണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്തവര് ഗ്രൂപ്പിൽ കേറിയിട്ടും ഇണ്ടാതിരിക്കുന്നതാണോ? ഗ്രൂപ്പിലുണ്ട് മിസ്. പിന്നെ ചിലവരൊന്നും ഇങ്ങോട്ട് വരുന്നേ ഇല്ല, സംസാരിച്ചു വരുന്നില്ല. ഞങ്ങൾ പറയും വരൂ 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 എന്ന് പറയണ തുടക്കം തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 2-3 ഗ്രൂപ്പ് ഉണ്ട് മിസ്സേ. അപ്പൊ എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഇൻഫർമേഷൻ ഇടും, എല്ലാരും പങ്കെടുക്കണം. 2-3 ഗ്രൂപ്പ് ഒരു ക്ലാസ് അല്ലേ? ഗ്രൂപ്പ് സോയാ അതല്ല മിസ്സേ, അതായത് മിസ് ഇപ്പൊ നമ്മുടെ ഒരു പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ എല്ലാരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സോങ്ങിനുള്ളവര് മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ ആ മീറ്റ് തുടങ്ങുമ്പോ നമുക്ക് അവർക്ക് മാത്രം, മറ്റവർക്ക് ഡിസ്റ്റർബൻസ്. അയ്യോ, വളരെ നല്ല ഉദ്ദേശമാണ് മിസ്. ഞാൻ വിചാരിച്ചു നിങ്ങള് സ്ട്രിക്റ്റ് ആയെന്ന് വിചാരിച്ചു, പല ഗ്രൂപ്പുകളായിട്ട്. അങ്ങനെ വേണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല മിസ്. അങ്ങനെയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാണല്ലേ, കുറെ പേര് മാറിയിരുന്ന ഉള്ളവരെ വെച്ചിട്ടല്ലേ വാട്സപ്പിൽ പോവുള്ളൂ അല്ലെ? പിന്നെ ഞങ്ങൾ എല്ലാം ആക്ടിവിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യും മിസ്. പഠിക്കാനുള്ളത്, നോട്ട്സ് ഷെയർ അങ്ങനെയൊക്കെ ഉണ്ട് മിസ്. മിസ്, ഞങ്ങൾക്ക് ഗ്രൂപ്പിലെ ആകെ 103 പേരുണ്ട്. അതായത് നമ്മുടെ ബാച്ചിലത്തെ ഫുൾ പിള്ളേരും ആ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോ ഈ പറയുന്നവര് അപൂർവമാണ്. നമ്മളിപ്പോ ആക്റ്റീവായ കുറച്ച് പേര് മാത്രം എല്ലാത്തിനും മുന്നോട്ട് ഇങ്ങനെ വരാ. ഇപ്പൊ നമ്മൾ ഈ ക്രിസ്മസിന്റെ പ്രോഗ്രാമിന് കുറെ മുന്നേ മുതൽ ലിസ്റ്റ് ഇപ്പൊ ചോദിച്ചു തുടങ്ങിയത്. അതായത് ഇൻട്രസ്റ്റ് ഉള്ളവർ പേര് നൽകണം, നമുക്ക് പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കണം, അങ്ങനെയൊക്കെ ചെയ്യാനാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ കുറച്ച് പേര് മാത്രം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് വരും. കുറച്ച് പേര് പേരുകൾ കേട്ടിട്ടുണ്ട് അല്ലാണ്ട് കുറെ പേരൊന്നും. പക്ഷെ കുറച്ച് പേര് വരുന്നവരുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബാച്ചിൽ തന്നെ ഒരു കുട്ടികൾ 2-3 പിള്ളേരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ മുന്നോട്ട് വരുന്നവരുണ്ട്. ചേച്ചി എനിക്ക് ആ സമയത്ത് ഓക്കെയാണ്, അപ്പൊ ഞാൻ പ്രോഗ്രാമിന് പങ്കെടുക്കാന്ന് പറഞ്ഞു വരുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ കുറെ പേരൊന്നും അങ്ങനെ അറിയുന്നില്ല. കുറെ പേര് റെക്കോർഡിലേക്ക് പോയി മിസ്. അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും കുഴപ്പമില്ല. എന്നാലും ഉള്ളവരോട് പിന്നെയും പറയാണ്, മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് മിസ് ചെയ്യുന്ന ഒരു സമയം വരും. എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ കോൺവൊക്കേഷൻ വരെയെങ്കിലും ഇതേ തീവ്രതയോടുകൂടി തന്നെ പോകണം കേട്ടോ.
നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് കോൺവൊക്കേഷൻ ഡേ ആണ് അല്ലെ. ഇവിടുത്തെ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദിവസം അതിലേക്കായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്ക് പോകണമെങ്കിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട്. റിപ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, അസൈൻമെന്റ്, സർവേ, ചാർട്ട്സ്, മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെന്താണ് ആക്ടിവിറ്റി ചെയ്യണം, ക്ലാസ്സിൽ കയറി പഠിക്കണം, എക്സാംസിന് ടേം 1 ടേം 2 മെയിൻ എക്സാംസ് ഓരോ പേപ്പേഴ്സ് പഠിക്കണം. ദെൻ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, വൈവ് അറ്റൻഡ് ചെയ്യണം, ഓഫ്ലൈൻ പ്രാക്ടിക്കൽസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ കഴിയാനുണ്ട്, റിസൾട്ട് വരാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കേഷൻ സെറിമണി. അവിടെ വരെ ഇതൊക്കെ 3-4 മാസത്തിനുള്ളിൽ നടക്കും മിസ്. നടക്കും. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ കുറച്ച് സമയത്തേക്ക് ഉള്ളൂ പീരീഡ് കേട്ടോ. അപ്പൊ ഉള്ള സമയം കൊണ്ട് ഹാപ്പി ആയിട്ട് പോകാം. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ക്ലാസ് പോകാനായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് ചെയ്യാൻ. ഇത് കഴിഞ്ഞാൽ സൈക്കോളജി ഒരു കോഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണ കാര്യം നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ പിന്നെ അതിന് വരാല്ലോ. അതിനും ചോദിക്കാം അല്ലെ. ഇവിടെ വേറെ കോഴ്സ് ഒക്കെ ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. അത് ഞാൻ ആദ്യം അതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് ചേർന്ന ടൈമിലെ ആദ്യം അതിനാ എനിക്ക് സൈക്കോളജി കോഴ്സ് വേണമെന്ന് മസ്റ്റ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു അത് ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ അപ്പൊക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഞാൻ അത് വേണ്ട ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇതില് ചേർന്നതാ. പക്ഷെ മിസ് വേറൊരു ഡൗട്ട് വന്നത് B.Ed എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ എന്നൊരു സംശയമുണ്ട് സ്കൂളുകളിൽ. അപ്പൊ മിസ് അതിന്റെ ഒരു ഇത് പറയാണെങ്കിലേ സൈക്കോളജി കോഴ്സ് നിങ്ങൾക്ക് പിന്നെ വരാലോ. മിസ്സിനെ മിസ് ചെയ്യാൻ പറ്റൂല എന്നാ ഉദ്ദേശം. അപ്പൊ ശരിക്കും അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു കോൺവൊക്കേഷൻ ഞാൻ വലിയ വലുതായിട്ട് ആഗ്രഹിക്കല്ലോ. നിങ്ങൾ നമ്മള് വിട്ടു പോകുന്ന ഒരു സമയമാണ് അല്ലെ. അങ്ങനെ എനിക്ക് വലിയ ആഗ്രഹമില്ല. മിസ് വരൂല എന്നാ പറഞ്ഞേക്കണേ കോൺവൊക്കേഷന്. മിസ്സിന് വിഷമമാണെന്ന് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. മിസ്സിന് വിഷമമാണ്. പ്രാക്ടിക്കലിന് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പ്രാക്ടിക്കലി കാണാം. പ്രാക്ടിക്കലി വരാൻ പറ്റുന്നവര് വരും. മിസ് ഏത് ടൈമിലായിരിക്കും പ്രാക്ടിക്കൽസ് ഉണ്ടാവുക? പ്രാക്ടിക്കൽസ് ഇപ്പൊ നിങ്ങളുടെ പാർട്ട് 4 ഒക്കെ കഴിയുമ്പോഴേക്കും ആയിരിക്കും കേട്ടോ. പാർട്ട് 4 ചാപ്റ്റേഴ്സ് ഒക്കെ തീരുമ്പോഴേക്കാവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വന്ന മെറ്റീരിയൽസ് എല്ലാം റിയൽ ആയിട്ട് കാണാം. മോണ്ടിസോറി മെറ്റീരിയൽസ് ഇപ്പൊ നമ്മുടെ അവൈലബിൾ അല്ലാത്ത എല്ലാം ഇപ്പൊ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2-3 മെറ്റീരിയൽ ഒന്നും ഉണ്ടായില്ല. ഈ ഓരോ കുട്ടികൾ പ്രാക്ടിക്കൽസിന് വരുമ്പോ ഓരോന്നും കൊണ്ടുപോകും തോന്നും. കാണുന്നില്ല ഇപ്പൊ കുറെയൊക്കെ. മിസ്സേ ജിഷ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ ഞാൻ വരുന്നുണ്ട് നാട്ടിൽ. അപ്പൊ ആ ടൈമിൽ പറയുവാണെങ്കിൽ പ്രാക്ടിക്കൽസ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിലാണോ? ഞാൻ 8-ാം തീയതി എത്തും. അപ്പൊ ആ ഒരു 20 ദിവസം. അടുത്ത മാസമാണല്ലേ? അതെ. അപ്പൊ എന്തായാലും എല്ലാരെയും കാണാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഫെബ്രുവരിയിലാണെങ്കിൽ ഐശ്വര്യക്ക് എല്ലാവർക്കും കാണാനൊരു ആഗ്രഹം, എല്ലാവർക്കും അങ്ങോട്ടും ആഗ്രഹം. അപ്പൊ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു. എന്നാണ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആണോ ലാസ്റ്റ് ആണോ? ഞാൻ 8-ാം തീയതി എത്തും നാട്ടില് രാവിലെ. 8-ാം തീയതി തൊട്ട് എത്ര ദിവസം ഉണ്ടാവും മിസ് ചോദിച്ചത്? ഒരു ഫെബ്രുവരി ഫുൾ ഉണ്ടാവും. ഒരു 20 ദിവസം അതിൽ കൂടുതൽ ഉണ്ടാവും. കുഴപ്പമില്ലല്ലേ മിസ്? സമാധാനമായിട്ട് എന്തായാലും ഉണ്ടാവും. എല്ലാവർക്കും ഒരേ ദിവസം തന്നെ ആയിരിക്കോ? എല്ലാവർക്കും ഒരേ ദിവസം തന്നെ ആയിരിക്കോ പ്രാക്ടിക്കൽസ് ഉണ്ടാവുക? ഇത് രമ്യയാണോ? ക്യാമറ ഓൺ ചെയ്തിടോ രമ്യ? ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുള്ളോട്. ഞാനിവിടെ ഉണ്ട് മിസ്. എല്ലാവർക്കും ഒരു ദിവസമാണ് പ്രാക്ടിക്കല്. ഇനി അവിടെ എത്താൻ പറ്റാത്തവർ വേറെ ഏതെങ്കിലും ബാച്ചിലൂടെയൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അവരെ ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അയ്യോ അതുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യവും സമയമൊക്കെ നോക്കിയിട്ട് കുട്ടികളെ പോലെ എല്ലാവരും അതൊക്കെ നോക്കിയിട്ട് രമ്യക്ക് അടുത്താണ് മിസ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ അല്ലേ രമ്യ? തൃശ്ശൂരാണ് മിസ്. രമ്യക്ക് വരും. ഓക്കെ. രുതി എവിടെയാണോ? ഞാൻ തൃശ്ശൂര് കുന്നംകുളാണ്. എനിക്കൊരു 1 hour കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ലുധിയയുടെ അവിടേക്ക് എത്താം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പോരോ? ലുധിക്ക് ആരും ഇല്ല എന്നാണ് വിഷമം. ആഗ്രഹമുണ്ടോ മിസ്സേ? പക്ഷെ മോന് ചെറുതല്ലേ.
അവനായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട്. ആഗ്രഹമുണ്ട്, ഹസ്ബൻഡ് നാട്ടിലൊക്കെ വന്ന ടൈം ആണെങ്കിൽ പിന്നെ എന്തായാലും കോൺവെക്കേഷൻ മസ്റ്റ് ആയിട്ട് വരും. പ്രാക്ടിക്കലിന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ മലപ്പുറത്തുനിന്ന് ഒരു കുട്ടി വന്നാട്ടോ, ആ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് 65 ദിവസമായിട്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് വന്നത്. ഫാമിലി മൊത്തമായിട്ട് അതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഫാമിലി മൊത്തം ഉണ്ടായി. ഹസ്ബൻഡ് ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് അമ്മമാരോ ആരെങ്കിലും സപ്പോർട്ടീവ് ആയിട്ട് വേണം മിസ്. വേണമെങ്കിൽ നമുക്ക് കുട്ടികളെയും കൊണ്ട് വരാം. ഒറ്റയ്ക്ക് വരണ്ട, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരണമെന്നില്ല. ഇപ്പൊ അടുത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു ഗ്യാങ് ആയിട്ട് ഒരുമിച്ച് വരാം, അങ്ങനെ വരാം. അപ്പൊ പിന്നെ കുട്ടികൾ ആരെങ്കിലൊക്കെ ആക്കി കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടേക്ക് ആക്കിയിട്ട് പോരാം. അതായത് നിങ്ങൾക്ക് ഉറപ്പുള്ള എവിടെയാന്ന് വെച്ചാൽ അങ്ങനെ ഒരുമിച്ച് അടുത്തടുത്ത പൈസയുള്ളവർ അങ്ങനെ വരാം. അങ്ങനെ കുട്ടികൾ വരാറുണ്ട്. പിന്നെ ഹസ്ബൻഡൊക്കെ പോയിരുന്നെങ്കിൽ പോകട്ടെ, എല്ലാവരും ആ ഒരു നല്ല കമന്റ് കാണട്ടെ അല്ലേ? ഓക്കെ, പോട്ടെ. ആളുമായിട്ട് വന്നത് കോൺവെക്കേഷന്. എല്ലാവരും പോരെ, ഫാമിലി ആയിട്ട് പോരെ കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.